Praise the Lord. Good morning. Very, very good morning. Hallelujah. May God bless everyone with a wonderful, supernatural, glorious, blessed, hallelujah, miraculous Saturday. Hallelujah. So we come to the weekend. God has blessed us with many, many miracles this week. We give all the glory to wonderful Jesus. Hallelujah. God has given us a wonderful promise for today also. There is true wisdom is seen in our patience. Hallelujah. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിലൂടെ നമുക്കൊരുപാട് ജ്ഞാനമുള്ളവർ ശരിക്കും നല്ല പേഷ്യൻസ് ഉള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത്. So we'll go to the word. First let us worship the Lord. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ദൈവമക്കളെ, God എന്താ പറയുക, ഹല്ലേലൂയ ഹാസ് ഹല്ലേലൂയ ഹല്ലേലൂയ റിഖാലാബരാസ്യ തിരുകരത്താൽ ദൈവം നമ്മളെ വഹിച്ചിരിക്കുന്നു. കർത്താവ് പറയണേ, ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഓൺ ദ പാംസ് ഓഫ് മൈ ഹാൻഡ്സ്. ഹല്ലേലൂയ. അപ്രകാരം നമ്മളെ കർത്താവ് വഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് നമ്മൾ. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ.
കർത്താവിനെ നമ്മൾ കർത്താവിനാൽ പണിയപ്പെടുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം നമ്മളെ പണിയും ദൈവമക്കളെ. ഹല്ലേലൂയ. തലബശിഖ നമ്മൾ ദൈവവചനം ധ്യാനിച്ച് ഹല്ലേലൂയ ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നടക്കുമ്പോൾ ഹല്ലേലൂയ കൂരിൽ താഴ്വരയിൽ കൂടി നമ്മൾ നടക്കുമ്പോഴും ഹല്ലേലൂയ വചനം ദീപമായി ഹല്ലേലൂയ നമ്മളെ നടത്തും. ഹല്ലേലൂയ വെളിച്ചമായി നമ്മളെ നടത്തും. ഇറ്റ് വിൽ ബി എ ലൈറ്റ്. ഹല്ലേലൂയ. The word of God will be a light, will be a lamp. Hallelujah. Oh, in our dark hours, Rikala Barasiko Rasikaralaba, Riko Rasikaralaba Shandaraba. Jesus is with us always. Hallelujah. So let us go to today's promise. It is from Proverbs 19:11. It says like this: a person's wisdom yields patience. It is to one's glory to overlook an offense. Hallelujah. വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷമയിൽ യഥാർത്ഥ ജ്ഞാനം കാണപ്പെടുന്നു. ഹല്ലേലൂയ. ഊടാലാബ ഷെഖോ റസിഖാരാലാബ. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഹല്ലേലൂയ ഫൊഗീവ്നെസ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് ഫൊഗീവ് ചെയ്യണം. ഓൾസോ നമ്മൾ ഹല്ലേലൂയ റീഖാലാബ്രാസ്യ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് നമ്മൾ ക്ഷമ പ്രാപിക്കണം. ഹല്ലേലൂയ റീഖാലാബ്രാസിക്കോ റസിഖാരലബ. മെയിനായിട്ടും ഹല്ലേലൂയ ഓടാരാസേക്കോ ദൈവമക്കളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ക്ഷമിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. വലിയ ദേഷ്യം. ഹല്ലേലൂയ. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. ദാനിയേൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു. God is a God who has great mercy. Hallelujah. Rikalabrasya. And he's a God who is merciful and forgiving. Hallelujah. എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവമാണ്. നമ്മളോട് ക്ഷമിക്കുന്ന ഒരു ദൈവമായതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോഴും ഈ വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദീർഘക്ഷമയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അത് പറഞ്ഞിട്ട് നമ്മൾ എന്തും ചെയ്ത് കൂട്ടാം എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ് ദൈവമക്കളെ. ദ ലോർഡ് അവർ ഗോഡ് ഈസ് മെർസിഫുൾ ആൻഡ് ഫോർഗീവിങ്. ഹല്ലേലൂയ. നമ്മൾ എത്രയോ വട്ടം ദൈവത്തിന് വിരോധമായി നമ്മൾ റിബല്യസ് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. എത്രയോ തവണ നമ്മൾ ഹല്ലേലൂയ വീണ് പോകാമായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹല്ലേലൂയ വലിയ മേഴ്സിയാണ് ദൈവമക്കളെ. വി ആർ അഗെയിൻ hallelujah in this faith today morning. Hallelujah. Though we often fail, though we have been ungrateful and stubborn, our loving God continues to forgive and surround us with his mercy. Hallelujah. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: let the wicked forsake his way and the unrighteous man his thoughts, and let him return unto the Lord, and he will have mercy upon him and to our God, for he will abundantly pardon. Hallelujah. അതിൻ്റെ മലയാളം വാക്യം hallelujah. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ നിന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. ഹല്ലേലൂയ. അവൻ ധാരാളം ക്ഷമിക്കും. ഹല്ലേലൂയ. ധാരാബാസേക്കോ റസ്യ. നമ്മുടെ എല്ലാ റിബല്യസ് നേച്ചർ, നമ്മുടെ ദേഷ്യം, ഇതൊക്കെ ജഡിക സ്വഭാവങ്ങളാണ്. ഇതൊന്നും ഗ്ലോറി റലത്തിലുള്ള സ്വഭാവങ്ങളല്ല, ദൈവരാജ്യത്തിലുള്ള സ്വഭാവങ്ങളല്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവർ പോലും ഹല്ലേലൂയ ഇതിന്മേൽ ഒരു ജയം കണ്ടെത്തണം ദൈവമക്കളെ. ഹല്ലേലൂയ. ധാലാബാഷേക്കോ റസ്യ. നമുക്ക് അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തിയെ നമുക്ക് കാണാം അപ്പോസ്തല പ്രവൃത്തിയിൽ, അല്ലേ?
ഷൗൽ എങ്ങനെ പൗലോസായത് നമുക്കറിയാം അല്ലേ? ഹല്ലേലൂയ. ആ ഷൗലിന് വന്ന ട്രാൻസ്ഫോർമേഷൻ ഹല്ലേലൂയ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഷൗൽ ഒരു യൗവനക്കാരനായിരുന്നു. ഹി വാസ് വെൽ എഡ്യൂക്കേറ്റഡ്. ഹല്ലേലൂയ. ഒരു വലിയൊരു റബ്ബിയുടെ ഒരു സ്ഥാനം ഒക്കെ ഷൗലിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. വലിയ ഒരു യഹൂദ ഭക്തനായിരുന്നു. ഹി വാസ് എ ജൂവിഷ് ഫെയ്ത്ത്. ഹല്ലേലൂയ. നമുക്കിത് ആദ്യം ഈ ഷൗലിനെ കാണാൻ കഴിയുന്നത് സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന ഭാഗത്തായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് ലാസ്റ്റ് സ്റ്റെഫാനോസ് യേശു കർത്താവിനെ കാണുന്നതും ആ സ്വർഗം തുറക്കുന്നതും ആ മഹത്വം കാണുന്നതും ഹല്ലേലൂയ കർത്താവിൽ സ്റ്റെഫാനോസ് ചേർക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും 7-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാം ഷൗല് താനായിരുന്ന ആ മതത്തിൽ ഭയങ്കര ഒരു തീവ്രവാദിയായിരുന്നു. ഹല്ലേലൂയ. എല്ലാ ക്രിസ്ത്യാനികളെയും ഹല്ലേലൂയ കർത്താവിൻ്റെ സുവിശേഷം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നവരെ ഉപദ്രവിക്കുക, ജയിലിലിടുക, അവരെ നശിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശമായിരുന്നു ഷൗലിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഹി വാസ് ബോൺ ഇൻ തർസീസ്. എന്താ പറയുക, വലിയ എഡ്യൂക്കേഷനുള്ള റബ്ബിക്ക്, ഞാൻ പറഞ്ഞല്ലോ റബ്ബി ആവുക എന്ന് പറഞ്ഞാൽ ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ആ എന്താ പറയുക തിരുവഴുത്തുകൾ പഠിച്ച് അതിൽ വലിയ ജ്ഞാനമുള്ളൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല ഷൗലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഹി വാസ് ഓൾസോ ബോൺ ആസ് എ റോമൻ സിറ്റിസൺ. അതൊരു വലിയ പദവിയായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഷൗൽ ജെറുസലേമിലേക്ക് പോയി. എന്താ പറയുക, ഷൗൽ ജെറുസലേമിലേക്ക് പോയി ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചു. അപ്പോസ്തല പ്രവൃത്തി 22-ാമത്തെ അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് കൂടാര കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പണി ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ഓറിക്കോ റസ്യ. എന്നാൽ ഹല്ലേലൂയ ഷൗല് തന്നെ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ ഷൗല് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. റിഖാലാബറസ്യാന്തലാലവശന്തരവേ 3-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. ഞാൻ പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു പോന്നു. ഹല്ലേലൂയ. തന്നെ തൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഷൗല് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഉരാബാഷിക്കോ റസിഖാരലബ. പക്ഷേ ഹല്ലേലൂയ ജീസസുമായിട്ട് ദമസ്കോസിൻ്റെ പടിയിൽ വെച്ച് he has got a great encounter with Jesus. Jesus intervened in Shaul's life in a powerful way. Hallelujah. നമുക്കറിയാം വലിയൊരു പ്രകാശം അവിടെ അടിച്ചു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ റിഖാലാബറസ്യ. അവിടെ നമുക്ക് കാണാം ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ഷൗലേ ഷൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ കർത്താവാണത് ചോദിച്ചത്. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഹല്ലേലൂയ. അവിടെ അങ്ങനെ ഷൗലിന് യേശു കർത്താവുമായിട്ടൊരു വലിയ എൻകൗണ്ടർ ഉണ്ടാകുകയാണ് ദൈവമക്കളെ. നമ്മുടെ ഏത് സ്വഭാവമാണെങ്കിലും ഹല്ലേലൂയ ഔരാനാബാഷേക്കുറസ്യ നമ്മുടെ ഏതൊരു നേച്ചറും മാറുവാൻ യേശു കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദാറ്റ് എൻകൗണ്ടർ വിൽ ചേഞ്ച് ടോട്ടലി. ഹല്ലേലൂയ. നമ്മളെ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യുവാൻ ആ എൻകൗണ്ടറിന് കഴിയും. നമുക്ക് സ്വയം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ക്യാരക്ടറിനെ മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ, ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ളൊരു എൻകൗണ്ടർ, ജീസസുമായിട്ടുള്ള എൻകൗണ്ടർ നമ്മളെ ആള് മാറിയതുപോലെ ആയി തീർക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്നു, യേശു കർത്താവ് പറയുന്നു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. അവനോട് പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഹല്ലേലൂയ. അവിടെ കൂടെ കുറച്ച് പുരുഷന്മാരുണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ കണ്ടോളൂ. പക്ഷേ ഹല്ലേലൂയ ഷൗലിന് ഹല്ലേലൂയ വെളിച്ചം മിന്നുന്നത് കാണാൻ കഴിഞ്ഞു.
ദൈവത്തിൻ്റെ ശബ്ദം റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറെ ഒന്നും കണ്ടില്ല. അവനെ കൈക്ക് പിടിച്ച് ഡമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: 3 ദിവസം ശൗൽ കണ്ണ് കാണാതെയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇരുന്നു. ഹല്ലേലൂയ. പിന്നെ അനന്യാസിൻ്റെ അടുത്ത് പോകുന്നതും എന്താ പറയുക, അവിടെ ശൗലിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറഞ്ഞു സുവിശേഷത്തെക്കുറിച്ച് പറയാനും ഒക്കെ കർത്താവ് ആക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ശൗലിന് ഒരു വലിയ എൻകൗണ്ടർ ഉണ്ടായി. ശൗൽ പൗലോസായി മാറി. നമ്മൾ നോക്കിക്കേ, പിന്നെ പൗലോസിൻ്റെ രൂപാന്തരം കഴിഞ്ഞിട്ട് ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ കഴിഞ്ഞപ്പോൾ പൗലോസ് ഹല്ലേലൂയ റീഖാലാബ്രാസ്യ ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ എരിവോടെ നിൽക്കുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശിഷ്യനായി മാറി. ഹല്ലേലൂയ. താലാബാഷേക്കോ റസി ഖാലാലബ. റോമാലേഖനം 9 പറയുന്നു ഹല്ലേലൂയ, അവൻ കോപത്തിൻ്റെ പാത്രമായിരുന്നു ഇതുവരെ, എന്നാൽ ദൈവം തൻ്റെ കരുണയിലൂടെ അവൻ്റെ കരുണയുടെ പാത്രമാക്കി മാറ്റി. ഹല്ലേലൂയ. ഡമസ്കോസിലേക്കുള്ള വഴിയിൽ കർത്താവായ യേശു ശൗലിന് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട അവൻ്റെ ജീവിതം പൂർണ്ണമായി രൂപാന്തരപ്പെടുവാൻ ഇടയായതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും പേടിയായിരുന്നു ഈ വ്യക്തിയുടെ അടുക്കൽ പോവാൻ, ഈ വ്യക്തിയെ അവിടുന്ന് കൊണ്ടുവരുവാനൊക്കെ പേടിയായിരുന്നു. അവർ പറയുന്നുണ്ട്, കർത്താവേ, ഇത് അങ്ങയുടെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും പ്രിസണിൽ അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ കർത്താവോട് പറയുന്നുണ്ട്, ഞാൻ അവനെ ഹല്ലേലൂയ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ കാണുക. എൻ്റെ സുവിശേഷം അറിയിക്കുന്നവനായി, എനിക്ക് വേണ്ടി എരിവുള്ളവനായി നിൽക്കുന്നവനായി ഞാൻ അവനെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ ദൈവമക്കളെ നമ്മുടെ ഓരോ റിബലിനെ സ്നേഹിച്ച് നമ്മുടെ ഓരോ സ്വഭാവങ്ങളും കഴുകപ്പെടുവാൻ കഴിയത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആ ട്രാൻസ്ഫോർമേഷനിലൂടെ ഒരു വ്യക്തി കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിത്തീരും? ആൾ മാറിയതുപോലെ ആയിത്തീരും. നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ അപ്രകാരമായി തീരുവാൻ കർത്താവ് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറഞ്ഞു, ഗലാത്യ ലേഖനം 2:20 എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇത് നമ്മുടെ അനുഭവമായിരിക്കണം. ഹല്ലേലൂയ. ഇത് നമ്മൾ ഉറക്കെ പറയണം എപ്പോഴും. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനെന്ന വ്യക്തി അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. പരസ്പരം നമുക്ക് ക്ഷമിക്കാൻ, പരസ്പരം നമുക്ക് സഹിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും നിങ്ങൾ അന്യഭാഷ സംസാരിച്ചാലും നിങ്ങൾ പ്രവചിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ നിങ്ങളൊന്നുമല്ല. ഹല്ലേലൂയ. നമുക്കെല്ലാ കൃപാവരങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് എന്താ പറയുക, മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഈ പ്രഭാതത്തിലായിരിക്കുന്നത്? അതുപോലെ നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. എന്നെ ഉൾപ്പെട്ടായി പറയുന്നു, എല്ലാവരോടും നമ്മൾ ക്ഷമിക്കുക. ഹല്ലേലൂയ. താലാഭാഷയൊക്കെ നമ്മളെല്ലാം കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട കരുണാപാത്രങ്ങളാണ്. ഹല്ലേലൂയ. താലാഭാഷയ്ക്കോ റസിഖാലബ ദോഷത്തിന് കർത്താവിൻ്റെ തിരുവചനം പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതിരിപ്പിൻ. ഹല്ലേലൂയ. കയ്പിന് ഇട കൊടുക്കാതിരിക്കുക. ഹല്ലേലൂയ. ഇതൊക്കെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ.
ആരാബാഷേക്കോ റസിഖാരലബ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തുക. ഹല്ലേലൂയ. നമ്മുടെ ഏത് കുറവുകളുണ്ടെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് us to overcome all those nature from asalaba shakalaba rico rabi siandarabi karalaba. God will help us to lead. Hallelujah. Oh rikala brasia, that life that is pleasing to God. Hallelujah. ദൈവത്തിൽ നമ്മൾ നമ്മളെ തന്നെ ക്രൂശിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകും, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് ഒഴുകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടേ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. Hallelujah. God is so today we learned that God is a Lord who forgives us. He will, hallelujah, will change the vessel of wrath into vessel of mercy. Hallelujah. Rikala brasya. So Holy Spirit is telling this morning that my daughter, hallelujah, my son, forgive and forget. When we forgive, we open our hearts to healing. നമ്മുടെ പേഴ്സണൽ ഹീലിംഗ് പോലും പലപ്പോഴും നമ്മൾ അൺഫോർഗീവ്നെസ് കൊണ്ടാണ് വരണേ. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. എല്ലാ കാര്യവും അങ്ങനെയല്ല. ദീമാനാസെ കൊറസിയ മേജർ പല ഹീലിംഗ് നടക്കാത്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ അൺഫോർഗീവ്നെസ്. ഹല്ലേലൂയ. റീകാലാബ്രാസ്യ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ തന്നെ hallelujah, we are released ourselves there, മക്കളെ. hallelujah. റീകാലാബ്രാസി കൊറസിയ. Our transformation begins at the foot of the cross. Hallelujah. Where Jesus shed his blood for us. അതുകൊണ്ട് എബ്രായ ലേഖനം 9 അധ്യായത്തിൽ പറയുന്നത് പോലെ without shedding of blood there is no remission. Only through the blood of Jesus can hatred be washed away and replaced with divine love. Hallelujah. Recalabras. We saw Paul എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് ആ മിറാക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ. Paul said, I have been crucified with Christ. No longer I who live, but Christ lives in me. Abralla shakala bresia andarabi. When Christ lives in us, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതിടത്തോളം, hallelujah, our hearts changes. Hallelujah. We learn to bear one another, forgive one another and love as he loved us. Hallelujah. നമ്മളെല്ലാവരും കൊലോസ്യ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. Be kind and compassionate to one another, forgiving each other just as in Christ God forgave you. Hallelujah. നമ്മൾ എന്താ പറയുക, let us not repay evil for evil. Instead, let us show mercy for mercy triumphs over judgment. So let the love of let the love of Jesus എന്താ പറയുക, നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. fill our hearts so completely that bitterness has no room to stay. Hallelujah. നമ്മുടെ ഉള്ളിൽ ബിറ്റർനെസ് ഇരുന്നുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ കയ്പ് ഇരുന്നത് കൊണ്ട്, ആ താലാപ മറ്റുള്ളവരുടെ ക്ഷമിക്കാതെ ഉള്ളിൽ കരടുകൾ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് ദൈവസന്നിധിയിൽ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും അതിന് ഒരു ഫലവും ഇല്ല ദൈവമക്കളെ. Hallelujah. So let us humble ourselves before God. Let God cleanse us with his blood. Hallelujah. Fill us with his Holy Spirit. Oh, let the Holy Spirit mold us. Hallelujah. According to God's nature. Rimana seko rasya. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ അപ്പ. ഇന്ന് തന്നെ വചനത്തിനായി എൻ്റെ അപ്പനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു അപ്പ. രോഗികളെ സൗഖ്യം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കട്ടെ. ആരോടെങ്കിലും അവർ ക്ഷമിക്കാനുണ്ടെങ്കിൽ പപ്പ അവരോട് ക്ഷമിക്കട്ടെ പപ്പ. ഓ, let them be released by the word of God. റീമാനാബ്രാല ഷാഖാലാബ. കർത്താവേ, ഒരാഴ്ചക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് അങ്ങ് തന്ന വിടുതലുകൾക്ക്, അങ്ങ് തന്ന സൗഖ്യത്തിന്, അങ്ങ് തന്ന പ്രൊവിഷൻസിന്, അങ്ങ് തന്ന ഫേവറിന്, അങ്ങ് തന്ന ലീഡിങ്സ്, ഗൈഡൻസ് എല്ലാറ്റിനും എൻ്റെ അപ്പനെ നന്ദിയോട്
ഹൃദയത്തോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യും. കർത്താവെ, നാളത്തെ വിശുദ്ധാരാധന അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തനെ, എല്ലാ സഭ, എല്ലാം അനുഗ്രഹിച്ച് നാളത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും വിട്ടത്തലുകളും അത്ഭുതം, മിറക്കിൾ എൻകൗണ്ടേഴ്സ് ആയി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ. എല്ലാവരും മെസ്സേജ് ഇട്ട് എല്ലാവരെയും അപ്പ അനുഗ്രഹിച്ചാട്ടെ. ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുവാണെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, let the broken hearted be healed in the mighty name of Jesus Christ. കർത്താവ്, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുവാണെങ്കിൽ കർത്താവ്, let them receive Jesus Christ as a Savior and Lord. Let them be blessed. Let their life be transformed like Shaul was transformed to Paul Daddy Kurara Sheko Rasi Karalabe Shendaralaba. കർത്താവ്, എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. വീണ്ടും ഞങ്ങൾ കണ്ടുപെട്ടുപോൾ യേശുക്രിസ്തു രക്ത ഞങ്ങളെ മറയ്ക്കണം. സകല പ്രാർത്ഥനയാചരിക്കാൻ സ്തോത്രസാല ഞങ്ങൾക്ക് വെടിച്ചു വെച്ചെന്ന യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സോ നമ്മൾ വീണ്ടും ഇനി വേറെ മൺഡേ കാണും. നാളെ ആരാധനയ്ക്ക് എല്ലാവരും കടന്നു പോവുക. ഗോഡ് വിൽ ഡു വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ്. പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ എൻകൗണ്ടേഴ്സിനായിട്ട് നിങ്ങളും ദാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഓൾസോ വി ഹാവ് സാൽവേഷൻ ക്ലാസ്, രക്ഷയെക്കുറിച്ചുള്ള യേശു കർത്താവ് ആരാണ്, യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ രക്ഷയുടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. ഓൾസോ വി ഹാവ് മീറ്റിംഗ്സ്. നമുക്ക് തേഴ്സ്ഡേ ഫ്രൈഡേസ് എല്ലാം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നോളൂ, മീറ്റിങ്ങിന് ജോയിൻ ചെയ്തോളൂ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള മീറ്റിങ്സ് റഹബോത്ത് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾസോ പിന്നെ ഹല്ലേലൂയ, ഈ കേൾക്കുന്ന വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ത്രൂ ദാറ്റ് യു ആർ ഡൂയിങ് ഗോഡ്സ് മിനിസ്ട്രീസ്. ഇഫ് യു പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം, ഈ മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. സീ യു ഓൺ മൺഡേ അഗെയിൻ.